നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഇ ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഇ ഡി വി ഡി, അപ്പുറത്ത് പിണറായി എന്ന് പറയുന്ന പോലെ കാര്യങ്ങളല്ല. കാരണം പിണറായി വിജയനെതിരെ പ്രതിപക്ഷം അതേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും ഇ ഡിയും പാടെ കൂടിയിട്ടാണ് പിണറായി വിജയനെ ആക്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇപ്പൊ നമുക്കറിയാം, വീണ വിജയന്റെ CMR കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഡി ഡയറക്ടർ നവീൻ നേരിട്ട് ഈ പറഞ്ഞ പോലെ കോടതിയിലോട്ട് വരുന്നു എന്നുള്ള സംഭവമാണ്. നമുക്കറിയാം ഇ ഡിയുടെ ഡയറക്ടറൊക്കെ നേരിട്ട് കണ്ട് കളത്തിലിറങ്ങാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കേസിലൊക്കെ ഇ ഡി നേതാക്കന്മാരെ ആക്രമിച്ചതിന് ഡയറക്റ്റ് ഇത്രയും ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരാൾ നേരിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റിൽ എന്തായാലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒഴിവായെന്നുള്ളതാണ്. ഇനി തല്ല് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ യുദ്ധം നടക്കാൻ പോകുന്നത് ഇ ഡിയും അതേപോലെ തന്നെ CPM തമ്മിലുള്ള ഒരു നേർക്കാഴ്ചയായിരിക്കും. അതുപോലെ അതിന് കോടതിയുടെ ഭാഗത്ത് നിന്നും 2 ആഴ്ചത്തോളം സുപ്രീം കോടതിയിലോട്ട് പോകാൻ 2 ആഴ്ച വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇ ഡിക്ക് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോവാം എന്നുള്ളൊരു സാധനം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇ ഡി ഇനി എന്തായാലും ഈ പറഞ്ഞ പോലെ വേറെ ഒന്നിനും കാത്തു നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല ചാൻസ് ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഷോൺ ജോർജ് ഒക്കെ പല കാര്യങ്ങളും തന്റെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇ ഡിയുടെ യഥാർത്ഥ പോക്ക് ഇനി എനിക്കൊന്ന് വീണ ജോർജിലോട്ടല്ല, വീണ വിജയൻ എന്നുള്ള സാധനം കഴിഞ്ഞു. ഇനി അടുത്തത് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിലോട്ടല്ലേ പോക്ക്? ഇത് ഫവാസി ഒരു നല്ലൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ഒരു വിഷയം കൂടിയാണ്. ഇന്നിപ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചത് ആദ്യത്തെ കേസ് തന്നെയായിട്ടാണ്. 10:15 കേസ് വിളിച്ചു. ജഡ്ജ്മെന്റ് പുറത്തു വന്നപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല, ഇ ഡി കൃത്യമായ രീതിയിൽ മുന്നോട്ട് അന്വേഷിക്കട്ടെ, CMR വേണമെന്നുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ CMR ഇനി സുപ്രീം കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല, അവർക്ക് നിയമപരമായി അതിന് തടസ്സമില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ വിഷയത്തിലൊരു വാദം കേൾക്കുമ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു CMR ഈ ദിവസം വരെ, അതായത് ഇന്ന് വെള്ളിയാഴ്ച വരെ CMR അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, CMR മാത്രമാണോ ഇത്, ഹർജിക്കാരനെതിരെ മാത്രമാണോ ഹർജി കൊടുത്തിരുന്നത്? CMR ഹർജിക്കാരനെതിരെ ഉള്ള നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാം, വീണ വിജയനെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സമുണ്ടോ? ഇല്ല, തുടരാം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതായത് വീണ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള കേസാണ് ഇവിടെ ഉള്ളത്. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു. അവിടെയും വീണ വിജയന്റെ മൊഴിയുണ്ട്. കുറ്റപത്രത്തിൽ വീണ വിജയൻ യാതൊരു സേവനം ചെയ്യാതെയാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നുള്ള അവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും വീണ വിജയൻ അക്ഷയ ചേരാത്തത്? അല്ല, അത് ഏറ്റവും ഒരു നിർണായകമായ ചോദ്യം തന്നെയാണ്. അത് വീണ വിജയൻ നേരിട്ടാണ് ഈ CMR ഇടപാട് നടത്തിയത്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മകളൊരു ബിസിനസ് ചെയ്തു, അത് മറ്റൊരു ബിസിനസ് സ്ഥാപനവുമായി അവർ തമ്മിൽ സേവന വേതന വ്യവസ്ഥ പ്രകാരം പണം കൈപ്പറ്റിയിട്ടുണ്ട്, അതിന് GST അടച്ചിട്ടുണ്ട്, ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അവിടെയാണ് ചോദ്യം, എന്ത് തരത്തിലുള്ള സേവന വേതന വ്യവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഒരു തരത്തിലുള്ള സേവനവും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് CMR പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ മൊഴിയിലുണ്ട്, അവർക്ക് കൊടുത്ത മൊഴിയിലുണ്ട്, ഇ ഡിക്ക് കൊടുത്ത മൊഴിയിലും CMR അത് കൃത്യമായി പറയുന്നു. വീണ വിജയനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൊടുത്ത മൊഴിയിലും ഇത് തന്നെ പറയുന്നു. ഇവിടെ ഫവാസ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് വീണ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എംബ്രാന്റെ വെട്ടത്തിൽ വാര്യര് അത്താഴൂട്ടെന്ന് പറയും. അതായത് നമ്മൾക്ക് കാശ് മുടക്കൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ ചെലവിൽ നമുക്ക് ഗുണപരമായ കാര്യങ്ങൾ നേടുക. ഇത് തന്നെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ CMR കൊണ്ട് ഹർജി കൊടുപ്പിക്കും, CMR ഹർജി കൊടുക്കും. അപ്പോൾ CMR കോടിക്കണക്കിന് രൂപ മുടക്കിയ കേസ് നടത്തുന്നത്. അതായത് സുപ്രീം കോടതിയിലെ വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടൊന്ന് മണിക്കൂറുകൾക്ക് അവർക്ക് പൊന്നും വിലയാണ്, ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്. അത് CMR കൊടുക്കുന്നത്. അപ്പൊ CMR കേസ് അറ്റാച്ച് ചെയ്യുമ്പോൾ വീണയുടെ കേസ് കൂടി അതിൽ വരുന്നു. വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് CMR കേസിന് ഗുണപരമായിട്ടുള്ള കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ വിധി വരുമ്പോൾ അത് വീണയ്ക്കും ബാധകമായിട്ട് മാറുന്നു. ഇവിടെ വീണ പോകാത്ത എന്താന്നുള്ളതാണ് ചോദ്യം. വീണ ഈ കേസില്
പണം വാങ്ങിയിരിക്കുന്നു, യാതൊരു തരത്തിലുള്ള സേവനം നൽകിയിട്ടില്ല എന്ന് അവർ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മൊഴി കൊടുത്തിരിക്കുന്നു. CMRലെ മൊഴി ആദായ നീതി വകുപ്പിന്റെ ഡ്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് മാത്രം മതി തെളിവ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ വീണയുടെ മൊഴിയുണ്ട്, ഞാനത് പണം മേടിച്ചതാണ്, ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ ഒരു കുറ്റസമ്മതം തന്നെയാണ് നടക്കുന്നത്. ഇനിയിപ്പോ അവര് ഇതിൽ പറഞ്ഞില്ല, ഞാൻ അഡ്വൈസർ കൊടുത്തായിരുന്നു, ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തായിരുന്നു, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഫണ്ട് വാങ്ങിച്ചത് എന്നുള്ളത്. ഒരു ഉപദേശം കൊടുക്കുന്നതിന് ഇത്ര കോടികൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അപ്പൊ അങ്ങനെ അതിലേക്ക് വരാം ഫവാസ്. ഉപദേശം കൊടുത്തതാണ് എന്ന് പറയാം. എനിക്കിത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫവാസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫവാസിന്റെ അടുത്ത് ഞാൻ ഈ ടെക്നിക്കലി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ച് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് അതിൽ വേണ്ടത്ര അഡ്വൈസ് തരാൻ സാധിക്കും, നിങ്ങൾ അതിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളെന്ന രീതിയിൽ. അപ്പൊ വീണാ വിജയനോട് ഈ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ED സമാനമായ മറ്റൊരു ചോദ്യം ചോദിച്ചു. ഏതൊക്കെ കമ്പനികൾക്ക് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ വീണാ വിജയന് കൂടം കൊണ്ട് തലയ്ക്ക് അടിയിട്ടിയതുപോലെയായിപ്പോയി. ഒരു മറുപടി പറയാൻ പറ്റിയില്ല. ഇവരുടെ എക്സ്പീരിയൻസ് കാണിക്കാൻ പറഞ്ഞു. എവിടെയൊക്കെ ഏതൊക്കെ കമ്പനികൾക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സേവനം നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇവർക്ക് കാണിക്കാനുണ്ടായിരുന്നില്ല, അതായത് മുൻകാല പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ഷെൽ കമ്പനിയാണ് വീണാ വിജയൻ എക്സാലോജിക് എന്ന പേരിൽ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ CMRൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും സേവനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് പരിശോധിക്കപ്പെടുമ്പോൾ CMRൽ കരിമണൽ ഖനന കമ്പനിയാണ്, സിന്തറ്റിക് റൂട്ടയിലൊക്കെ വേർതിരിച്ചെടുക്കാൻ മറ്റ് ചില മൂലകങ്ങളും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം വീണാ വിജയൻ തന്റെ കമ്പനി രജിസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കരിമണൽ ഖനന കമ്പനിയിൽ ഇതിന്റെ യാതൊരു തരത്തിലുള്ള ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീണയുടെ വാദം അവിടെ പൊളിയുന്നു, ഇവർ അഡ്വൈസ് കൊടുത്തു പറയുന്ന വാദം പൊളിയുന്നു. വീണ്ടും അതൊരു വാദത്തിന് വേണ്ടി കണക്കിലെടുക്കുമ്പോൾ ED ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ അതിന്റെ ഒരു മുൻകാല പ്രവർത്തന പരിചയം എന്താന്ന് ചോദിച്ചപ്പോൾ വീണ ബബ്ബേടിക്കുകയായിരുന്നു. പിന്നെ ചോദിച്ചു, നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ അവർക്കൊരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കംപ്ലൈന്റുകൾ വരും, അവർ സംശയം ചോദിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴി അതിന്റെ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീണ പറഞ്ഞു, ഇല്ല, ഞങ്ങളെല്ലാം ഓൺലൈൻ മീറ്റിംഗ് വഴിയായിരുന്നു, ഞങ്ങൾ നേരിട്ട് തന്നെയായിരുന്നു സംബന്ധിച്ചത് പലപ്പോഴും, അല്ലെങ്കിൽ ഓൺലൈൻ ആയിരുന്നു പറഞ്ഞു. അപ്പോഴും അതും ED പൊളിച്ചടുക്കി. ഏതാണ്ട് 93 ഇമെയിലുകളാണ് വീണാ വിജയന്റെ പേഴ്സണൽ ID നിന്ന് CMRൽ അയച്ചിരിക്കുന്നത്. അതെല്ലാം കാശ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തന്നെയായിരുന്നു, അത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോകണ്ട, അതിൽ നിന്ന് മാറിപ്പോകണ്ട. അപ്പൊ വീണാ വിജയൻ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവര് സമ്മതിച്ചു ഇങ്ങനെ ഒരു സേവനം നൽകാതെ ഇവരത് വേതനം പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോ പിന്നെ എന്തിനാണ് CMRൽ ഇവർക്ക് പണം കൊടുത്തത് എന്നൊരു ചോദ്യം. CMRലെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയൻ ഒരു ഗുണഭോക്താവല്ല. വീണാ വിജയന് പണം കൊടുത്തതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള കമ്പനി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം വീണാ വിജയന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ CMRൽ സാധ്യതയില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടും? വീണാ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാള്, അദ്ദേഹം തന്നെയാണ് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്, പൊതുഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ CMRൽ കരിമണൽ ഖനനം നടത്തുമ്പോൾ, തോട്ടപ്പള്ളി ആലപ്പുഴ ഭാഗത്ത് കരിമണൽ ഖനനം നടത്തുമ്പോൾ 2019 മുതൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഉത്തരവുണ്ടായിരുന്നു, സ്വകാര്യ വ്യക്തികൾക്ക് കരിമണൽ ഖനനത്തിന് അധികാരം കൊടുക്കാൻ പാടില്ല, അനുമതി കൊടുക്കാൻ പാടില്ല. ഈ അനുമതി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് 2019 മുതൽ 2023 വരെ പിണറായി വിജയൻ യഥേഷ്ടം കരിമണൽ വാരാൻ വേണ്ടി കർത്തയ്ക്ക് അനുമതി കൊടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1600 കോടി രൂപയുടെ എങ്കിലും ചുരുങ്ങിയത് 1600 കോടി രൂപ വില മതിക്കുന്ന കരിമണൽ കർത്ത അവിടെ നിന്നും ഖനനം ചെയ്തെടുത്തിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ഉള്ള ഒരു പ്രത്യുപകാരമായിട്ടാണ് വീണയുടെ അക്കൗണ്ടിലേക്ക്, പേഴ്സണൽ അക്കൗണ്ടിലേക്കും അവരുടെ കമ്പനിയുടെ ഷെൽ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും ഇവർ കാശ് കൊടുത്തത്. ആ പണം ബാങ്ക് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കലാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു സേവനം ചെയ്യാതെ പണം കൊടുക്കുമ്പോൾ അതിന് GST അടച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് അടച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് കള്ളപ്പണം അല്ലാതെ ആവുന്നില്ല, കോഴയല്ലാതെ ആവുന്നില്ല എന്നുള്ളതാണ് EDയും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ വീണ കേസിന് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടും. വീണയ്ക്ക് എന്തിന് കാശ് കൊടുത്തു, അപ്പൊ അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ അങ്ങനെ വഴിവിട്ട സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ അവിടെ പ്രതിയായി മാറും.
അപ്പൊ ബോധപൂർവം അതങ്ങനെ വീണ കേസിന് പോകാതിരിക്കുന്നു. ഇനി അത്തരത്തിൽ കേസിന് പോയി കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന രീതിയിൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ ഇത്തരം വിശദീകരണങ്ങൾ കൊടുക്കേണ്ടതായി വരും. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ പാർട്ടിയിൽ വലിയ വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരും. ഫലത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകും. ഇപ്പൊ നോക്കൂ, മകളെ കെട്ടിച്ചുവിട്ട മകളാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞു പോയ മകളെ കൂടെ നിർത്തി പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം ചോദിച്ചു മേടിച്ച് കൂടെ നിർത്തിയേക്കണേ എന്നാണ്. ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവിന്. ഇ ഡിയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ അന്വേഷണത്തിന് വരികയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സ്പീക്കറുടെയോ നിയമസഭാ സ്പീക്കറുടെയോ അല്ല എന്നുണ്ടെങ്കിൽ DGPയുടെ ഒക്കെ അനുമതിയോട് കൂടി മാത്രമേ അങ്ങോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. അത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ കേസിന് പോകാത്തത് ഇങ്ങനെയുള്ളൊരു നിയമപ്രശ്നം അവിടെയുണ്ട്. പിണറായി വിജയൻ കൂടി അതിൽ കുടുങ്ങും എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് CMRL കൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കേസ് കൊടുപ്പിക്കുന്നത്. പിണറായി വിജയൻ കേസിന് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കർണാടകയിലാണ്, അതായത് ബംഗളൂരുവിലാണ് ഈ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി വീണ വിജയൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ ആദ്യത്തെ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു EDയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ജസ്റ്റിസ് നാഗരത്ന ആ ഹർജി വലിച്ചു കീറി കളഞ്ഞു. നിങ്ങൾ എന്തിനു ഭയക്കണം, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ സംശുദ്ധയാണെന്ന് തെളിയിക്കപ്പെടുമല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അത് ഹർജി തള്ളുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ വിജയൻ വേറെ ഏതെങ്കിലും ഒരു കോടതിയിലേക്ക് ഹർജിയുമായി പോയിട്ടില്ല, അവർ നിയമ നടപടിക്ക് പോയിട്ടില്ല, ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നിലവിലുള്ള ഒരു വിഷയം, ഈ സുപ്രീം കോടതിയിലേക്ക് CMRL പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നിപ്പോ വെള്ളിയാഴ്ച കഴിഞ്ഞു, ഇനി നാളെ ശനി, മറ്റന്നാളെ ഞായർ, തിങ്കളാഴ്ച മാത്രമേ ഇനി സുപ്രീം കോടതിയിൽ ഇവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നീങ്ങണമെങ്കിൽ പോലും സാധിക്കുകയുള്ളൂ. ഈ 2 ദിവസം EDയുടെ മുമ്പിൽ വളരെ നിർണായകമായ തീയതിയാണ്. ഇപ്പൊ രാഹുൽ നവീൻ എന്ന് പറയുന്ന EDയുടെ ഡയറക്ടർ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ CMRL കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നതെന്നുള്ളത് നമ്മൾ അതിലേക്ക് പരിമിതപ്പെടുത്തുന്നില്ല. അവർക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഈ കോടതി വിധി വന്നതിന് ശേഷം EDയുടെ പ്രത്യേക യോഗം ചേർന്നു എന്ന് പറയുമ്പോൾ അത് രാഹുൽ നവീൻ എന്ന് പറഞ്ഞ ED ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും തുടർ നടപടികൾ അവർ കൈക്കൊള്ളാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പൊ തീർച്ചയായും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, വീണ വിജയനെതിരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ രാഹുൽ നവീൻ ഇന്ന് കോടതി വിധിക്ക് ശേഷം അവർ യോഗം ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണ വിജയനിലേക്ക് ED വീണ്ടും എത്തും. അത് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തോ, അത് വീണ്ടും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബേക്കറി ജംഗ്ഷനിലേക്ക് ED വരുമോ, ചോദ്യം ചെയ്യലിനൊടുവിൽ തീർച്ചയായും വീണ വിജയൻ തൃപ്തികരമല്ലാത്ത മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ബോധ്യമാവാത്ത മറുപടിയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റിൽ ശുപാർശ ചെയ്യാം, അറസ്റ്റിലേക്ക് നീങ്ങാം. മാത്രമല്ല, എന്നെ ചോദ്യം ചെയ്തില്ല, വീണയെ മാത്രമാണ് അവർ ചോദ്യം ചെയ്തതെന്ന് കഴിഞ്ഞ തവണ റെയ്ഡിന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം വേണം എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്ക് നീളാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ 2 ദിവസം വളരെ നിർണായക ദിവസം തന്നെയാണ്. തിങ്കളാഴ്ച മാത്രമേ ഇവർക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റൂ CMRL. അതുവരെ ED ഡയറക്ടർ കേരളത്തിലുണ്ട്, ED ഡയറക്ടർ ഇന്ന് യോഗം ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അസ്വാഭാവികമായൊരു അന്തരീക്ഷം അവിടെയുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം.